ഇന്നുണ്ടല്ലോ നമ്മൾ അടയ്ക്കാമരത്തിൻ്റെ പാള വെച്ചിട്ട് ഒരു പ്ലേറ്റ് ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നേക്കുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ആദ്യം തന്നെ ആ പാള നമുക്ക് ഇതുപോലെ മുറിച്ചെടുക്കാം. അപ്പോൾ ഉണങ്ങിയ പാളയാണ് കേട്ടോ വേണ്ടത്. പ്ലാസ്റ്റിക്കൊക്കെ ഉപയോഗിക്കുന്നതിനേക്കാളും വളരെ നല്ലതാണ് ഇങ്ങനെയുള്ള പാത്രങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ. ഇപ്പം നമ്മൾ പാള മുറിച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ രണ്ട് സൈഡും ഇതുപോലെ മുറിച്ച് മാറ്റുക. നല്ല ഭാഗം മാത്രം എടുക്കാം. ഇനി ഈ സൈഡും കൂടി ഒന്ന് മുറിച്ച് കളയാം. ഇപ്പോൾ ഇതാ പാള നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് 2 പ്ലേറ്റാണ്. 2 പ്ലേറ്റ്, ഒരെണ്ണം വലുതും ഒരെണ്ണം അതിൻ്റെ അകത്ത് ഇറങ്ങിയിരിക്കാൻ പാകത്തിന് ഇതേ വലിപ്പത്തിലുള്ളതും, അങ്ങനെ 2 പ്ലേറ്റ് എടുക്കാം. ഇനി ഈ വലിയ പ്ലേറ്റ് പാളയുടെ അടിയിൽ വെച്ചിട്ട് പാള ഇതുപോലെ വെച്ചിട്ട് ചെറിയ പ്ലേറ്റ് അതിൻ്റെ മുകളിൽ വയ്ക്കാം. എന്നിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം. ശരിക്കും മെഷീനിലൊക്കെ ഈ പാള പ്ലേറ്റ് ഉണ്ടാക്കുമ്പോൾ മെഷീനിലാണ് പ്രസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മെഷീൻ ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ കൈ കൊണ്ട് നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതാണ്. അപ്പോൾ ഇതാ കണ്ടോ, ഇതുപോലെ അടയാളം വന്നിട്ടുണ്ട്. ആ പ്ലേറ്റിൻ്റെ അതേ വലിപ്പത്തിൽ ഷേപ്പിൽ ഇതുപോലെ അടയാളം വന്നിട്ടുണ്ട്. ഒന്നും കൂടി നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ശരിക്കും പ്ലേറ്റിൻ്റെ പോലെയുള്ള ആകൃതി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കത്രിക വെച്ച് ആ അടയാളം വന്ന ഭാഗത്തൂടെ ഒന്ന് വെട്ടിക്കൊടുക്കാം. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ എളുപ്പമാണ്. നമ്മുടെ പറമ്പിൽ പാള വീഴുമ്പോൾ എടുത്തുകൊണ്ടെന്ന് നമ്മളൊന്ന്, ഇത് ശരിക്കും ഉണങ്ങിയിട്ടില്ല, ഉണങ്ങിയ പാളയാണെങ്കിൽ ഒന്ന് കുതിർത്തിയാൽ പെട്ടെന്ന് വെട്ടിയെടുക്കാനും പറ്റും. കഴുകി ഉണക്കിയെടുക്കണം. ഇതാ അപ്പം നമ്മൾ അത് വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അരിക്, ആ മടക്കൊന്ന് ശരിക്കും ഒടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് കത്തിയുടെയോ എന്തിൻ്റെയെങ്കിലും മരത്തിൻ്റെ പിടി കൊണ്ട് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം. ഇനി ഇതിൻ്റെ നടുഭാഗം പൊങ്ങിയിരിക്കുന്നതൊക്കെ ഒന്ന് നന്നായിട്ട് എന്തെങ്കിലും ഇടികല്ല് കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇത് ഉള്ളി ചതയ്ക്കണേ ആ കല്ലാണ് കേട്ടോ. അതുകൊണ്ട് നന്നായിട്ട് പ്രസ് ചെയ്യുക. അരിക് ഒപ്പം മടക്കിയും കൊടുക്കുക. ഇപ്പോൾ അത് നമ്മുടെ പ്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചോറ് കോരി ആണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അത് വളരെ സിമ്പിളാണ്. ഇതുപോലൊരു കഷ്ണം പാള എടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകൾ ഭാഗം റൈസ് കട്ടറിൻ്റെ ഷേപ്പിൽ കത്രികയും കൊണ്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ പിടിയും കട്ട് ചെയ്തെടുക്കുക. ഇപ്പോൾ ചോറ് കോരി റെഡി ആയിട്ടുണ്ട്. ഇതാണ് പ്ലേറ്റും റൈസ് കട്ടറും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കമൻറ്റ് ചെയ്തേക്കണേ. വീണ്ടും കാണാം. താങ്ക് യു.